ഒരു സപ്പോർട്ട് ഒരു ഒരു ഇഷ്ടക്കേട് കൊച്ചാപ്പിക്ക് വന്നിട്ടുണ്ടോ? ലൈക്ക് കൊച്ചാപ്പി ഇപ്പൊ MRC തന്നെ കയറിയില്ല, MRC കയറിയുള്ളത് അവന് വന്നിട്ടുണ്ടോ? അതിന് മുന്നേ എനിക്കൊന്ന് കുറെ കാലം മുന്നേ ഫാൽക്കൺ കേവികളായിരുന്നു. ഫാൽക്കൺ പോയതിനു ശേഷം ഇതേപോലത്തെ രീതിക്കുള്ള മേ ബി ഒന്നോ രണ്ടോ നമ്മൾ അത്രയും കമ്മിറ്റഡ് ആയി നിൽക്കുന്ന ആൾക്കാർ ഇഷ്ടപ്പെടാത്തതുണ്ടാകും. പക്ഷെ അതല്ലാണ്ട് പൊതുവെ ഇപ്പൊ ഈ മാലിക്കിന്റെ കേസിൽ വന്നിട്ടുള്ള പോലത്തെ ഇതേപോലത്തെ ഒരു ഹെയ്റ്റ് അല്ലെങ്കിൽ ഇതേപോലത്തെ ഒരു റേജ് KV ഫാൻസിന്റെ ഭാഗത്ത് നിന്നിട്ടോ അല്ലെങ്കിൽ KVയുടെ സൈഡിൽ നിന്നിട്ടോ വന്നിട്ടുണ്ടോ? ഇല്ല. കാരണം കൊച്ചാപ്പി ഇപ്പോൾ ഒരാഴ്ച മുന്നേ ഉള്ളൂ. എന്നിട്ടും എന്തുകൊണ്ട് മാലിക്കിന് ആ ഹേറ്റ് വന്നു? അല്ലെങ്കിൽ മാലിക്കിന് ഈ ഒരു ഇത്രയും ഒരു റേജ് അല്ലെങ്കിൽ ഇത്രയും ഒരു ഇഷ്ടപ്പെടാത്ത കേസ് മാലിക്കിന്റെ കേസിൽ വരുന്നു? എന്താണ് നിങ്ങൾ പറ? ഇപ്പൊ ഈ പറയുന്ന അല്ലെങ്കിൽ ഇങ്ങനെ ഇവനെ ഇതാക്കിയിട്ട് എന്താണ് നിങ്ങൾ പറ? ഇപ്പൊ ഈ പറയുന്ന അല്ലെങ്കിൽ ഇങ്ങനെ ഇവനെ ഇതാക്കിയിട്ട്, അതായത് എന്തിന് KVക്കാർ ഇത്രയും ഹെയ്റ്റ് ഉണ്ടാക്കുന്ന, ഒരാൾ പോയതല്ലേ, ഒരാൾ ബെറ്റർ ഗ്യാങ്ങിൽ കയറിയതല്ലേ എന്ന് പറയുന്ന ആൾക്കാർ അതിനുള്ള ഉത്തരം പറയും. എന്തുകൊണ്ട്? അതായത് ഇപ്പോൾ കൊച്ചാപ്പി ഇതിന് മുന്നേ കയറിയിട്ടുണ്ട്. അവനേക്കാളും ഗൺ പവർ ഉള്ള ഒരാളാണ് കൊച്ചാപ്പി. എൻ്റെ ഒരു ഇത് ശരിയാണല്ലോ. അതായത് ഗൺ പവർ കേസിലാണ് കൊച്ചാപ്പി അടിപൊളി ഗൺ പവർ ആണ് മാലിക്കിനേക്കാൾ. സ്റ്റിൽ നമുക്ക് ആ ഒരു പ്ലെയർ പോയി. നമ്മൾ ഇതേപോലെ ഞാൻ എന്തെങ്കിലും പറഞ്ഞു, അല്ലെങ്കിൽ നമ്മുടെ ഗ്യാങ്ങിലുള്ള ആൾക്കാർ പബ്ലിക്കായിട്ട് വന്നിട്ട് അവൻ എന്തെങ്കിലും അവൻ MRC കയറി അവന് ഇത് ശരിയായില്ല, അവന് കമ്മിറ്റ്മെന്റ് ഇല്ല, അവൻ അങ്ങനെ ആക്കിയില്ല, അങ്ങനെ എന്തെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? എന്തെങ്കിലും ആരും പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ പറഞ്ഞവർ പറ, അവർക്കൊന്നും ഇല്ലാത്ത ഹേറ്റ് എന്തുകൊണ്ട് മാലിക്കിന് കിട്ടുന്നു, അല്ലെങ്കിൽ ആ മാലിക്കിന് എന്തുകൊണ്ട് വരുന്നു? അല്ലെങ്കിൽ ബാക്കിയുള്ള KV ഫാൻസ് ആണെങ്കിലും എന്തുകൊണ്ട് മാലിക്കിന് ഇത്രയും ഒരു ഹേറ്റ് കൊണ്ട് അവരുടെ ഒരു ദേഷ്യം അല്ലെങ്കിൽ അവരുടെ ഇത് അവന്റെ ലൈവിൽ ആണെങ്കിലും അല്ലെങ്കിൽ അവിടെ ബാക്കിയുള്ളടത്ത് പോയി കാണിക്കുന്നു? എന്തുകൊണ്ട് പറ. ഈ പറയുന്ന ഒരു റീസൺ പറ. നിങ്ങൾക്ക് ഉത്തരം അറിയെങ്കിൽ പറ, റീസൺ പറ. ഞാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യമല്ല, എൻ്റെ ഒരു പെർസ്പെക്റ്റീവ്, എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ പറഞ്ഞുതരാം. ഈ ഒരു സംഭവം, അതായത് മാലിക് ഗ്യാങ്ങിൽ നിന്ന് KVയിൽ നിന്ന് ഇറങ്ങി എന്ന് പറഞ്ഞ് ഞാൻ നമുക്ക് 2 ഗ്രൂപ്പ് ഉണ്ട്. ഒന്ന് ഗ്യാങ്ങിന്റെ ഗ്രൂപ്പ് ഉണ്ട്, അതേപോലെ തന്നെ ലീഡേഴ്സ് ആൻഡ് കോ ലീഡേഴ്സ് പറഞ്ഞ 2 ഗ്രൂപ്പ് ഉണ്ട്. സോ ഈ ലീഡേഴ്സ് ആൻഡ് കോ ലീഡേഴ്സ് ഇതിൽ ഇത് ഞാൻ കണ്ടപ്പോഴും ഒരു പുതുമയൊന്നും തോന്നിയില്ല. കാരണം ഓൾറെഡി നമ്മുടെ ഗ്യാങ്ങിൽ നിന്ന് കുറെ പേര് പല ടൈമിലായിട്ട് പോയിട്ടുണ്ട്. സോ അങ്ങനെ ഒരാളും കൂടെ പോയി, അതിലേക്ക് കൂട്ടത്തിലേക്ക് ഒരാളും കൂടെ പോയി, അത്ര എനിക്ക് തോന്നിയുള്ളൂ. സോ അതിൽ ഞാനൊരു ഞെട്ടാനോ അല്ലെങ്കിൽ ഒരു സംഭവമായിട്ടോ എനിക്ക് തോന്നിയില്ല. പക്ഷേ ഞാൻ അപ്പോൾ എൻ്റെ മൈൻഡിൽ ഉണ്ടായെന്ന് വെച്ചെങ്കിൽ, അതായത് എൻ്റെ ഒരു മൈൻഡിൽ ഞാൻ ഈ ഒരു മാലിക്ക് ഇറങ്ങിയതിന് ശേഷം തൊട്ടിട്ട് ഞാൻ ഗ്യാങ്ങിലോ അല്ലെങ്കിൽ ഗ്യാങ്ങിന്റെ ഗ്രൂപ്പിൽ പോലും ഞാൻ ഒരു മെസ്സേജ് അയച്ചിട്ടില്ല. അതായത് ലൈക്ക് അവനെ മോശം വരുത്തുന്ന ഇത് അല്ലെങ്കിൽ ഒന്നും ഒരു മെസ്സേജ് അയച്ചിട്ടില്ല. അതായത് ലൈക്ക് അതിനെ കുറിച്ചിട്ടുള്ള ഒരു മെസ്സേജ് പോലും ഞാൻ ഇതിനെ കുറിച്ചിട്ട് ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിട്ടില്ല. എന്നിട്ടും ഞാൻ ഒരു സ്റ്റേജിൽ ഓക്കെ, അതായത് ഒബ്വിയസ്ലി KVനേക്കാളും ബെറ്റർ ഗ്യാങ് ആണ് MRC. അതായത് ഇപ്പൊ അവൻ അതിലോട്ട് കയറുകയാണെങ്കിൽ അവന്റെ ഒരു വ്യൂവർഷിപ്പ് വൈസ് ആണെങ്കിലും അല്ലെങ്കിൽ അവന്റെ ഒരു കരിയർ വൈസ് ആണെങ്കിലും എല്ലാം കൊണ്ടും അവനക്കൊരു ബെറ്റർ ഓപ്പർച്യൂണിറ്റി ആണ്. സോ അവൻ അതെടുത്ത് പോയി അവൻ വീഡിയോ എഡിറ്റിംഗ് എല്ലാം ചെയ്യണം. അപ്പോൾ അവനൊരു ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി ആണ്, ബെസ്റ്റ് ഒരു ഓഫറാണ്. സോ അവന് MRC ഒരു ഓഫർ കിട്ടി, അവൻ അത് കയറിപ്പോയി. ഓക്കെ, അത് ഓക്കെ, മനസ്സിലാക്കാം. അല്ലെങ്കിൽ അങ്ങനെ അവൻ പോയി എന്ന് പറയുകയാണെങ്കിൽ ഓക്കെ, അത് ഞാൻ റെസ്പെക്ട് ചെയ്തത്. കാരണം എല്ലാവരും അറ്റ് ദ എൻഡ് നമ്മൾ യൂട്യൂബും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന വെച്ചെങ്കിൽ അവരവരുടെ ഒരു കരിയർ ഗ്രോത്തിനും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. സോ അങ്ങനെ അവൻ അത് പോയി എന്ന് പറയുകയാണെങ്കിൽ, അവൻ അങ്ങനെ പോവുകയാണെങ്കിൽ എനിക്ക് ഒന്നുകൂടി വേറെ എന്തെങ്കിലും ലൈഫിൽ വേറെ ഇഷ്യൂസ് ഉണ്ട് അല്ലെങ്കിൽ ഇതുണ്ട്, അപ്പം ഒന്നുകൂടി ബെറ്റർ കരിയർ ഗ്രോത്തും കാര്യങ്ങളും ഇതെല്ലാം ആക്കിയിട്ട് പോവാന്ന് പറയുകയാണെങ്കിൽ ഓക്കെ, മനസ്സിലാക്കാം, നമുക്ക് അണ്ടർസ്റ്റാൻഡബിൾ ആണ്. അറ്റ്ലീസ്റ്റ് നമുക്ക് പറയുന്ന കാര്യത്തിൽ നമുക്കൊരു അണ്ടർസ്റ്റാൻഡബിൾ ആണ്. അതായത് അവന്റെ ഒരു ബെറ്റർ ഫ്യൂച്ചറിന് ഒരു കരിയർ ഗ്രോത്തിന് വേണ്ടിയിട്ടാണ് പറയുന്നെങ്കിൽ. അപ്പം അതിൽ ഏതോ ഞാനത് ആ ലൈവിൻ്റെ ഇതിലൊക്കെ ഇപ്പോൾ അതിലെന്തോ അതിലോട്ട് വരാം ഇതിൽ. എന്നിട്ട് അതിൽ എനിക്ക് സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള സംഭവം എന്ന് വെച്ചാൽ, അതേപോലെ തന്നെ കുറെ ഒരു മണി എന്നുള്ള ഇതിൽ അവന്റെ ചാറ്റിൽ പറഞ്ഞപ്പോൾ അവനൊരു മാസ് ഡയലോഗ് എന്തോ അടിക്കുന്നുണ്ട്. അതായത് എന്തായിരുന്നു, അയ്യോ ഞാനത് എടുത്തുതരാം, ഒരു മിനിറ്റ് വെയിറ്റ്, ഞാനത് ഇതാക്കി തരാം, ഞാൻ കേൾപ്പിച്ചു തരാം. ഞാൻ ലൈവ് കാണിക്കുന്നില്ല, ലൈക്ക് ഒന്ന് കേൾപ്പിച്ചു തരാം ആ സംഭവം. എവിടെ ഇരുന്നത് ഞാനത് ഇതാക്കി. നിങ്ങൾക്ക് അത് കണ്ടപ്പോഴാണ് എനിക്ക് അതെന്തോ എനിക്കൊന്ന് ബാക്കിയുള്ളവർ മുന്നിൽ ഒന്ന് മാസാക്കാൻ വേണ്ടിയിട്ടാണോ എന്താ എനിക്ക് അറിഞ്ഞൂടെ. ഞാനത് കേൾപ്പിച്ചു തരാം. കൊണ്ടുവരാൻ ആൾക്കാരുണ്ട്. നിങ്ങളൊന്ന് മനസ്സിലാക്ക്, എനിക്ക് എന്തിനാണ് പൈസയുടെ ആവശ്യം? നിങ്ങൾക്ക് ആരെങ്കിലും എന്റെ ദാരിദ്ര്യം തെളിയിക്കാൻ പറ്റുന്നുണ്ട്, നിങ്ങൾ തെളിയിക്ക്. എനിക്ക് പൈസ ഞാനത് ഓക്കെ, ഞാൻ അതിന് പറഞ്ഞേക്കാളൊരു കരിയർ ഓപ്ഷൻ ആയിട്ട് ഞാൻ പാർട്ടി ഞാൻ ചൂസ് ചെയ്തിട്ടില്ല. എനിക്ക് എൻ്റെ ആവശ്യമില്ല, മനസ്സിലേ. എനിക്ക് പിന്നെ മെയിനായിട്ട് സംസാരിക്കേണ്ട ഒരു കാര്യമാണ്, പൈസയുടെ പിന്നാലെ പോയി എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. എൻ്റെ പൊന്നു ടീംസേ, എനിക്ക് പൈസയുടെ യാതൊരു കുറവും എൻ്റെ വീട്ടുകാരെനിക്ക് വരുത്തി വെച്ചിട്ടില്ല, മനസ്സിലായില്ലേ. എനിക്ക് യാതൊരു ബാധ്യതകളും ഇല്ല, യാതൊരു പ്രശ്നങ്ങളും ഇല്ല എനിക്കിവിടെ. എനിക്ക് പൈസയുടെ യാതൊരു ആവശ്യവുമില്ല, മനസ്സിലായില്ലേ. എനിക്ക് പൈസയുടെ ഒരു ആവശ്യമില്ല ഗൈസ്, നിങ്ങളൊന്ന് മനസ്സിലാക്ക്.
എനിക്ക് എന്തിനാണ് പൈസയുടെ ആവശ്യം? നിങ്ങൾ ഇത് പറയുമ്പോ ആരെങ്കിലും എന്റെ ദാരിദ്ര്യം തെളിയിക്കാൻ പറ്റുന്നുണ്ട്, നിങ്ങൾ തെളിയിക്കേ. എനിക്ക് പൈസയുടെ ഒരു ആവശ്യമില്ല. പൈസ കണ്ടിട്ടല്ല എനിക്ക് പോകേണ്ട ആവശ്യം. ഇന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഇന്ന് ലക്ഷങ്ങൾ കൊണ്ടുവരാൻ അവിടെ ആൾക്കാരുണ്ട്. മനസ്സിലായി? എനിക്ക് അതിന്റെ ഞാൻ സിനിമയുടെ ഡയലോഗിൽ പറഞ്ഞതെന്ന് ആലോചിച്ചോ? ഇത് പറഞ്ഞപ്പോ അവിടെ ചാറ്റിൽ ഇതിലാണെങ്കിലും ഫുള്ള് മാസ്ഡ റിച്ച് മാലിക് മാസ്ഡ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ ഒരു ഇതായിരുന്നു. പക്ഷെ ഇവരെന്തിനും ഇങ്ങനെ പറഞ്ഞത് ഓക്കെ ഇത് നമുക്ക് അറ്റ്ലീസ്റ്റ് ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഞാൻ ഇപ്പൊ എന്റെ ഒരു ഡൗൺ സ്റ്റേജിലാണ് ഞാൻ ഇപ്പൊ നിൽക്കുന്നത്. എനിക്ക് ക്യാഷ് മറ്റേ റവന്യൂസ് ആണ് എല്ലാ വയസ്സിലും ഞാൻ ഡൗൺ സ്റ്റേജിലാണ്. അപ്പൊ അത് അങ്ങനെ ഇതാക്കണില്ല, അങ്ങനെ ഓക്കെ. എനിക്ക് ഇപ്പോൾ മാലിക് പറയുകയാണ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പൊ എന്റെ ഒരു ഡൗൺ സ്റ്റേജിലാണ്, അല്ലെങ്കിൽ എനിക്ക് ബെറ്റർ കരിയർ ഗ്രോത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ പോയി MRC വരെ ഒന്നുകൂടി നല്ല രീതിക്ക് ഒരു ഓഫേഴ്സും അല്ലെങ്കിൽ നമുക്ക് ഇതേപോലെ ഒരു ബെറ്റർ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ കിട്ടും. സോ അതുകൊണ്ട് ഞാനത് പോയി എന്ന് പറയുകയാണെങ്കിൽ ഓക്കെ, നമുക്ക് മനസ്സിലാക്കാം. ലൈക്ക് അവന്റെ ഒരു കരിയറിന്റെ ഒരു അപ്ഗ്രേഡ് എന്ന രീതിയിൽ പോയി എന്ന് പറയാം. ഇവൻ ഇത് ഇങ്ങനെ പറഞ്ഞ എന്താണെന്ന് മനസ്സിലായില്ല. ഞാൻ പറഞ്ഞു ഇപ്പൊ ഇവൻ കുറച്ചു കാലം മുന്നേ ഗ്രൂപ്പിൽ ഇതേപോലെ ഗൈസ് ഫുഡ് കഴിക്കാൻ എൻ്റെ പൈസ പോലും ഇല്ല, ആരെങ്കിലും ഫുഡ് കഴിക്കാനുള്ള ഒരു പൈസ അയച്ചു തരുമോ എന്ന് പറഞ്ഞിട്ട് ഗ്രൂപ്പിലിട്ടിട്ട് ഞാനാണ് അവന് ഇത് കണ്ടോ, ഞാനാണ് അവന് പൈസ അയച്ചു കൊടുത്തത്. അത് 100 രൂപ ചെറിയ എമൗണ്ട് ആണ്. പക്ഷെ ആ 100 പോലും അവൻ്റെ എടുക്കാനില്ല. ഫുഡ് കഴിക്കാൻ പൈസ ഇല്ല, എനിക്കൊന്ന് ഫുഡ് കഴിക്കാൻ പൈസ തരുമോ എന്ന് വരെ ചോദിച്ച ആളാണ് പറഞ്ഞത്. എനിക്ക് പൈസക്കൊന്നും ഒരു കുറവില്ല, ഞാൻ റിച്ച് ആണ്, എനിക്ക് ഒരുപാട് ലക്ഷങ്ങൾ ഞാൻ അമ്മാനാടുന്ന ആൾക്കാരാണ്. അവൻ പറഞ്ഞ സംഭവമാണ്. അതായത് എൻ്റെ ഫുഡ് കഴിക്കാൻ പോലും പൈസ ഇല്ല, എനിക്കൊരു ആരെങ്കിലും ഫുഡ് കഴിക്കാനുള്ള പൈസ എനിക്ക് അയച്ചു പറഞ്ഞിട്ട് ഞാനാണ് അവന് ഗ്രൂപ്പിൽ പോലും ഇടാണ്ട് ഞാൻ അവന് ക്യാഷ് അയച്ചു തന്നെ. അതിൻ്റെ ഇതാണ് താങ്ക് യു കാർല ചേട്ടാ എന്ന് പറഞ്ഞാൽ അയച്ചെന്ന ഇതാണെന്നുള്ളത്. അപ്പൊ ഇങ്ങനെ പറയുന്ന ആൾ എന്തിനാണ് ഇതില്ലെങ്കിൽ പിന്നെ വെറുതെ ആൾക്കാരെ വേണ്ടി ഷോ കാണിക്കാൻ വേണ്ടി ഇങ്ങനെ പറയേണ്ട ആവശ്യം എന്താണ്? അല്ലെങ്കിൽ എനിക്ക് പൈസയുടെ ആവശ്യമില്ല, ഇതില്ല, ഇത് ഇതാക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത്. ബ്രോന്റെ കരിയറിനാണ് പോയെങ്കിൽ അത് പറയാം, അത് പറഞ്ഞിട്ട് പൊക്കോ, അല്ലെങ്കിൽ അത് പറയട്ടെ. ഓക്കെ, കെ മെമ്പേഴ്സ് അതിന്റെ ആവശ്യമുള്ളൂ, അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞ് ഇടേണ്ട ആവശ്യമുള്ളൂ. അല്ലെങ്കിൽ ലൈക്ക് എനിക്ക് എൻ്റെ ഒരു കരിയറിന് വേണ്ടിയിട്ട് എനിക്കൊരു ബെസ്റ്റ് ഓപ്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പോയി. ഇനി ഓക്കെ, ഇനിയിപ്പോൾ അതിൽ പറഞ്ഞു വെച്ചെങ്കിൽ ഇനി ഞാൻ അതിൽ കണ്ടു വെച്ചെങ്കിൽ ഇതേപോലെ ഇപ്പോൾ റൊണാൾഡോ വരെ ഇത് മാറുന്നു. അതായത് റൊണാൾഡോ വരെ ക്ലബ്ബ് മാറുന്നുണ്ട്. അപ്പോൾ പിന്നെ ഈവൻ ഒരു ഗെയിമിൽ ഇപ്പോൾ ഒരു ഗ്യാങ് മാറി എന്ന് വെച്ചിട്ട് ഇപ്പം എന്താണ് വരാൻ പോകുന്നത്? അല്ലെങ്കിൽ ഇതെന്താണ് പോകുന്നത്? പക്ഷെ ബ്രോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിപ്പോ വേറെ ആൾക്കാർ നമ്മുടെ ഇപ്പോൾ മുന്നേ പറഞ്ഞാൽ ഇപ്പോൾ കൊച്ചാബീരോ പോയിട്ടുണ്ട്, അവരൊന്നും പോകുമ്പോൾ ഉണ്ടാവാത്ത ഹെയ്റ്റ് എന്തുകൊണ്ട് ഇതിന് വന്നു? കാരണം ഇവരാരും ഇപ്പൊ ഈ റൊണാൾഡോ ആണെങ്കിലും ഇതേപോലെ തന്നെ വന്നിട്ട് ഞാൻ ഈ ഒരു ക്ലബ്ബിൽ മാത്രമേ കളിക്കുള്ളൂ, എന്നെ ഈ ക്ലബ്ബിൽ നിന്ന് പുറത്താക്കാത്തോടത്തോളം കാലം ഞാൻ ഈ ക്ലബ്ബിൽ നിന്ന് ഞാൻ പോവില്ല. അതായത് ഞാൻ ഇത് കാണിച്ചുതരാം, ഞാനൊരു സാധനം കാണിച്ചുതരാം. എനിക്ക് ഇതും കൂടെ കണ്ടിട്ടാണ് ഇതായത്. ഇത് എനിക്കൊന്ന് ഒരാഴ്ച എന്തായിട്ടുള്ളൂ തോന്നുന്നു, ഒരാഴ്ച അങ്ങനെ എന്തോ ആയിട്ടുള്ളൂ. ഇതും കൂടെ കണ്ടിട്ട് പറ. ഒരാഴ്ച എനിക്കൊന്ന് കുറച്ച് ദിവസമായിട്ടുള്ളൂ, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. ഇനി എന്തോ ഇത് കണ്ടാണ് ഇത്. ഞാനല്ലത് മാലിക്കിന്റെ ലൈവത്തെ സീൻ മീറ്റപ്പ് വ്ളോഗ് അവിടെ പോയി ഗൈസ്. അതെന്താ കേറാത്ത? ഷെയ്ക്ക് വിളിച്ചിട്ട് ബ്രോ കേറാത്ത എന്താന്ന് വെച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാവുമെന്ന് അറിയാൻ പാടില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഷെയ്ക്ക് ബ്രോ എന്നെ ഇൻവൈറ്റ് ചെയ്തു എന്നുള്ളത് വലിയൊരു സംഭവമാണ് ലൈഫിൽ. മർസിലേക്ക് എന്നെ ഇൻവൈറ്റ് ചെയ്തു എന്നുള്ളത് വലിയൊരു അച്ചീവ്മെന്റ് ആയിട്ടാണ് ഞാൻ കണക്ക് കൂട്ടുന്നത്. എന്തുകൊണ്ടും എനിക്ക് എന്താണെന്ന് വെച്ചാൽ ഞാൻ നിങ്ങൾ വിചാരിക്കണമല്ലോ, ഒരു ഗ്യാങ് ആയിട്ട് അറ്റാച്ച് ആയി കഴിഞ്ഞാൽ പിന്നെ ആ ഗ്യാങ്ങിൽ നിന്ന് വിട്ടുവരാൻ ഭയങ്കര പാടാണ്. പ്രത്യേകിച്ച് KV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അത്ര ആഗ്രഹിച്ച് ആത്മാർത്ഥത്തോട് കൂടിയിട്ട് അത്രയും ട്രൈ ഹാർഡ് ചെയ്തിട്ട് എൻ്റെ ലൈഫിൽ അത്രയും ഇമ്പ്രൂവ് ആക്കാൻ പറ്റുന്ന എല്ലാ സൈഡിലും, ഒരു ഗെയിമിന്റെ അകത്ത് ഇമ്പ്രൂവ് ആക്കാൻ പറ്റുന്ന എല്ലാ സൈഡും ഞാൻ ഇമ്പ്രൂവ് ചെയ്തിട്ട് ഞാൻ അത്രയും കാത്തു നിന്നിട്ട് കയറിയൊരു ഗ്യാങ്ങാണ് ആ ഒരു ക്യാരക്ടറിന് KVL എന്ന് പറയുമ്പോൾ എനിക്ക് അത്യാവശ്യം ഒരു ഇതുണ്ട്, ഒരു റെസ്പെക്ട് എനിക്ക് അത്യാവശ്യം KV എന്ന് കിട്ടുന്നു. അത് വെച്ചിട്ട് MRCയിൽ കിട്ടില്ല എന്നല്ല ഞാൻ, പക്ഷെ MRCയിലും കിട്ടാതിരിക്കുക, എവിടെ പോയാലും റെസ്പെക്ട് കിട്ടും. പക്ഷെ KVL എല്ലാവരുമായിട്ട് ഇപ്പൊ പുതിയത് വന്ന ആൾക്കാരാണെങ്കിലും പഴയതാണെങ്കിലും, പ്രത്യേകിച്ച് പഴയ ആൾക്കാരോട് കൂടിയിട്ട് തോമ, സുജിത്ത്, ശംഭു, കൊച്ചുകുഞ്ഞ്, ഡിയോ, മിസ് ഇടയ്ക്കിടയ്ക്ക് കാണുന്നുണ്ട്. മീറ്റപ്പിന് മാത്രമല്ല, നിൽക്കുന്ന ടൈമിൽ നമുക്ക് എന്താ പറയാ, പെട്ടെന്ന് ഈ ഒരു ഗ്യാങ് വിട്ട് മറ്റൊരു ഗ്യാങ് പോന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു, ഇനി KVL എന്തൊക്കെ പ്രശ്നം വന്നാലും KV തന്നെ ഇറക്കി വിടാണ്ട് ഞാൻ ഇറങ്ങില്ല. എന്തിനും പ്രശ്നമാവുകയാണെങ്കിലല്ല അപ്പൊ നോക്കാം. ഇതുവരെ എന്റെ ലൈഫിൽ ഒരു പ്രശ്നം ഉണ്ടായില്ല. ഇനാക്റ്റീവ് ആയിട്ട് ലിസ്റ്റ് കളയാണ്ട് കംബാക്ക് അടിച്ച ആളാണ് മാലിക്. അതെ, ലിസ്റ്റ് കളയാണ്ട് ഇനാക്റ്റീവ് ആയിട്ട് തന്നെ ലിസ്റ്റിൽ നിന്ന് എടുത്ത് കളഞ്ഞിട്ടില്ല. അതാണ് ഫസ്റ്റത്തെ കാര്യം. മാലിക് കോട്ടറ എപ്പോടാ പട്ടി
ഇത് കണ്ടില്ലേ, ഇതില് തന്നെ ലിറ്ററലി അവൻ പറയുന്നുണ്ട് ലൈക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇത് വെച്ചാൽ ലൈക്ക് ഞാൻ കക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് കക്കുന്ന പോലത്തെ ഇതാണ്. അതായത് ഞാൻ ഗ്യാങ്ങിന്ന് പോവില്ല, ഞാൻ എന്നെ ഗ്യാങ്ങിന്ന് പുറത്താക്കത്തോളം കാലം ഞാൻ ഗ്യാങ്ങിന്ന് പോവില്ല, എന്ന് പറയുന്ന ആളാണ്. അതിന്റെ റീസൺ ഗൈസ്, ഞാൻ ലിറ്ററലി എന്റെ കിളി പോയി, അല്ലെങ്കിൽ ഞാൻ ലൈക്ക് ഇതെന്ത് തേങ്ങ എന്നുള്ള ഇതിൽ അന്തം വിട്ടതാണ് ആ റീസൺ ഇന്ന് ലൈവില് വന്ന് പറഞ്ഞ സംഭവം. അതെന്ത് കിണ്ടി റീസൺ, നിങ്ങൾ കാണാത്തവരാണ്. അത് ആ പറഞ്ഞ റീസൺ ആണ് എന്റെ കിളി പോയത്. അതായത് ലൈക്ക് പറഞ്ഞ റീസൺ ഇതേപോലെ ഇപ്പൊ റീസെന്റ് MRCയുടെ മറ്റേ തൊപ്പിയുടെ ബൂട്ട് ക്യാമ്പിൽ അവിടെ പോയിണ്ടായിരുന്നു, അവർ വീട്ടിൽ പോയിണ്ടായിരുന്നു, മാലിക്കും പോയിണ്ടായിരുന്നു. സോ ആ പോയ സമയത്ത് അവിടെ പോയപ്പോൾ അവൻ KVയിലുള്ള ആളാണ്, അപ്പൊ അതുകൊണ്ട് അവന് റെസ്പെക്ട് കിട്ടിയില്ല, അവിടെ ആൾക്കാരുടെ റെസ്പെക്ട് കിട്ടിയില്ല, അല്ലെങ്കിൽ അവിടെ ആൾക്കാർ ശ്രദ്ധിച്ചില്ല. അതേപോലെ തൊപ്പിയുടെ ലൈവിന്റെ ടൈറ്റിലിൽ മാലിക്കിന്റെ പേര് ആഡ് ചെയ്തില്ല, അതിൽ എനിക്ക് ഈഗോ അടിച്ചു. അതുകൊണ്ട് ഞാൻ KV വിടുന്നു, ഞാൻ MRC കയറുന്നു. അതിന്റെ ഈഗോ അടിച്ചിട്ട് എന്നെ അവിടെ ഇതാക്കിയില്ല, അതുകൊണ്ട് ഞാൻ മാസമായിട്ട് ഞാൻ അവരുടെ ഇതിൽ കയറി. എനിക്കത് ലിറ്ററലി അത് കണ്ടപ്പോൾ ഇവരെ തന്നെ MRCനെ ഇവർ കളിയാക്കുന്ന പോലെയാണ് എനിക്ക് അത് ലിറ്ററലി കണ്ടപ്പോൾ തോന്നിയത്. ലൈക്ക് ഇത്ര ഉള്ളൂ MRC കയറാൻ, ഇത്ര ഉള്ളൂ എന്റെ മുന്നിൽ MRC എന്ന് ലൈക്ക് ലിറ്ററലി പറയാണ്ട് പറയുന്ന രീതിയിലാണ് അവൻ അത് അങ്ങനെ പറഞ്ഞുള്ളത്. ലൈക്ക് അതൊരു റീസൺ ആണ് നമുക്ക് അറിയുന്നില്ല. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നിങ്ങളെ ചെറുപ്പം തൊട്ടേ കുട്ടിക്കാലം വരെ നിങ്ങൾ കളിച്ച് ഒപ്പം കളിച്ചുള്ള നിങ്ങളുടെ ഫ്രണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർ, നിങ്ങൾ ഒരുമിച്ചാണ് എപ്പോഴും ഒരുമിച്ച് പഠിക്കാറുള്ളത്, അല്ലെങ്കിൽ ഒരുമിച്ച് കളിക്കാറുള്ളത്, എല്ലാം പോകുന്നു. അപ്പുറത്ത് പോകുമ്പോൾ അപ്പുറത്തുള്ള ഒരു ടീമിൽ അല്ലെ അപ്പുറത്ത് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഇതേപോലെ ഓപ്പോസിറ്റുള്ള ഒരു ഗ്യാങ്, ആ ഒരു ഗ്യാങ്ങിൽ ഇപ്പം സംസാരിക്കാൻ പോയപ്പോൾ അവനെ മൈൻഡ് ചെയ്തില്ല, അതുകൊണ്ട് എനിക്ക് ഈഗോ അടിച്ചു, അതുകൊണ്ട് ഞാൻ ആ ഗ്യാങ്ങിൽ കയറുന്നു. അപ്പൊ ഇത്രയും കാലം നമ്മുടെ കൂടെ ഒപ്പം ഉണ്ടായിരുന്ന ആൾക്കാരെ, അല്ലെങ്കിൽ ഇത്രയും കാലം നമ്മുടെ ഒപ്പം നമ്മുടെ കമ്മിറ്റ്മെന്റ് അല്ലെ നമ്മുടെ ഒപ്പം ഒരുമിച്ച് നമ്മുടെ സന്തോഷം ഇതിലെല്ലാം നിന്നിട്ടുള്ള ആൾക്കാരെ അങ്ങോട്ട് ചവിട്ടി തള്ളിയിട്ട് ഇതേപോലെ ഇതുവരെ പുതിയ ഒരാൾക്കാരുടെ കൂടെ കയറുന്നു. ഇതാണ് ലിറ്ററലി ആ പറഞ്ഞതിന്റെ ഒരു അർത്ഥം എന്ന് പറയുന്നത്. ലൈക്ക് അത് എന്ത് തേങ്ങത്തെ ഒരു ആൻസർ ആണ്, എന്ത് തേങ്ങത്തെ റീസൺ ആണെന്ന് പറഞ്ഞില്ല. ഓപ്പർച്യൂണിറ്റി ആണെങ്കിൽ അത് പറയായിരുന്നു. ഓപ്പർച്യൂണിറ്റി ആണെങ്കിൽ അവനക്ക് അത് ഓപ്പർച്യൂണിറ്റി, എനിക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ്, അപ്പൊ അത് പോയെങ്കിൽ ഓക്കെ, അത് അങ്ങനെ പറഞ്ഞു പോയെങ്കിൽ ഞാൻ ആ ഒരു ഡിസിഷൻ അല്ലെങ്കിൽ അങ്ങനെ പറയുകയാണെങ്കിൽ ഞാൻ സത്യം പറഞ്ഞ അങ്ങനെ പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ ലൈവ് ഞാൻ ഒന്നും ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല. ഇതൊന്നും ഞാൻ ഈ ഇപ്പൊ ഇങ്ങനെ ലൈവ് ടൈറ്റിൽ ഇട്ടിട്ട് ഇങ്ങനെ വന്നതിന്റെ റീസൺ പോലും അതിനുശേഷം അവൻ ഒന്നും പറയാണ്ട് ലൈക്ക് ഞാൻ എല്ലാം നിർത്തും, ഞാൻ എവിടെയും കയറുന്നില്ല, ഞാൻ ഇത് ആക്കുന്നു പറഞ്ഞിട്ട് ലിറ്ററലി KVക്ക് അല്ലെങ്കിൽ ഇവിടെയുള്ള പ്ലേയേഴ്സിനെ അവർക്ക് ഹെയ്റ്റ് കൊടുത്തിട്ട് അത് ചുമ്മാ ലൈവ് ഉണ്ടാക്കി പോയി. അത് ലിറ്ററലി അതിന്റെ ആവശ്യം ഉണ്ടായി. എനിക്ക് അത് കണ്ടപ്പോഴാണ് അതിനുശേഷം പറയുന്നുണ്ട് ഈവൻ ഒരാളെടുത്ത് പോലും മര്യാദക്ക് അവൻ അത് പറഞ്ഞിട്ടില്ല. ഇപ്പൊ അതിലെന്താ പറഞ്ഞത്, അതിനുശേഷം ഞാൻ ബാക്കി എല്ലാവരും വിളിച്ച് ഞാൻ സംസാരിക്കുന്നത്. അവൻ ഗ്യാങ്ങിൽ നിന്ന് ഇറങ്ങി ഇത്രയും ഇതായിട്ട് ഇതുവരെ എനിക്ക് ഒരു മെസ്സേജോ അല്ലെങ്കിൽ ഒരു കോളോ അല്ലെങ്കിൽ ഒരു ഇതോ, ഞാൻ ഗ്യാങ്ങിൽ നിന്ന് ഇറങ്ങി ഞാൻ പോയി ഗ്യാങ്ങിൽ നിന്ന് പോയി എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജോ ഒരു കോളോ പോലും ഇതുവരെ അയച്ചിട്ടില്ല. ലൈക്ക് നമ്മൾ അത്ര കാലം നിന്നൊരു ഗ്യാങ് അല്ലടാ. അപ്പോൾ ഗ്യാങ്ങിൽ പോകുമ്പോൾ അറ്റ്ലീസ്റ്റ് അവരുള്ള എല്ലാവരും ഒന്ന് പറയാ, പ്രോപ്പറായിട്ട് ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അതായത് ഞാൻ പോകുന്നു. ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം, ഇപ്പോ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ഇപ്പൊ ഞാൻ കൊച്ചവിടെ പറഞ്ഞു, അതുപോലെ തന്നെ ഏറ്റവും ബെസ്റ്റ് പറഞ്ഞു അപ്പാപ്പൻ, നമ്മുടെ KVയുടെ ഗ്യാങ്ങിന്റെ ഏറ്റവും ബെസ്റ്റ് ഗ്യാങ്ങിന്റെ ഒരു മെയിൻ നട്ടൽ തന്നെയായിരുന്നു അപ്പാപ്പൻ പോയപ്പോൾ അത്രയും നമ്മളെ വേണ്ടപ്പെട്ട അപ്പാപ്പൻ പോയപ്പോൾ പോലും നമുക്ക് ഇതേപോലെ ഒരു ഹെയ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ KVയുടെ സൈഡിൽ നിന്ന് എന്തെങ്കിലും വന്നോ? ഇല്ല. കാരണം അപ്പാപ്പൻ എല്ലാവരോടും സമ്മതം ചോദിച്ചു, അല്ലെങ്കിൽ എല്ലാവരും അഭിപ്രായം ചോദിച്ചു, എല്ലാവർക്കും സമ്മതിച്ച്, അല്ലെങ്കിൽ എല്ലാവരുടെയും അഭിപ്രായം കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടാണ് പോയുള്ളത്. അപ്പോൾ നമ്മൾ ആ ഒരു ഡിസിഷനെ നമ്മൾ റെസ്പെക്ട് ചെയ്തിരുന്നു. കാരണം നമ്മുടെ ഈവൻ ആ ടൈമിലും നമ്മൾ KVTV എന്ന് പറഞ്ഞ ഓപ്പോസിറ്റ് റൈവലറി ആയിരുന്നു. എന്നിട്ട് അതിലേക്ക് പോയിട്ട് നമ്മൾ റെസ്പെക്ട് ചെയ്താലും നമുക്ക് അവരവരുടെ ഡൗൺ സ്റ്റേജിൽ നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ രീതി നമ്മൾ പോയി. അവിടെ എല്ലാവരെയും കമ്മ്യൂണിക്കേറ്റ് ചെയ്ത്, അല്ലെങ്കിൽ അവിടെ എല്ലാവരും സമ്മതം ചോദിച്ചിട്ടാണ് അവിടെ പോയിട്ടുള്ളത്. ഇത് ഈവൻ ഇത്രയും കാലം ഒപ്പമൊന്നുമല്ല. ഈവൻ ഏറ്റവും ഇപ്പൊ ഗ്യാങ്ങുള്ളവർക്കാണെങ്കിൽ ഇപ്പൊ വാസ്കോ ഇവർക്കാണെങ്കിൽ വെച്ചാൽ നമ്മളെ ഒരാഴ്ച മുന്നെയാണ് ഇപ്പോൾ KVയുടെ മീറ്റപ്പ് കഴിഞ്ഞത്, റിയൽ ലൈഫ് മീറ്റപ്പ്. ആ മീറ്റപ്പിൽ പോലും മാലിക് പറഞ്ഞത് ഞാൻ ഇതേപോലെ വാസ്കോ ചോദിച്ചിരുന്നു, ഇതേപോലെ ഈ മറ്റേ MRC ഓഫർ അങ്ങനെ വന്നപ്പോൾ പോകുമെന്ന് വെച്ചപ്പോൾ അവൻ പോകില്ല, ഞാൻ പോകുന്നില്ല, എനിക്ക് ഇതാണ് KVയുടെ വലുത്, കമ്മിറ്റ്മെന്റ് ആണ് വലുത് എന്ന് പറഞ്ഞ ആളാണ്. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഇതേപോലെ KV ലെഫ്റ്റ് ചെയ്തു. എനിക്ക് ഈഗോ അടിച്ചു. അവിടെ പോയപ്പോൾ എന്റെ പേര് ലൈവിന്റെ ടൈറ്റിൽ എന്റെ പേരിട്ടില്ല, അതുകൊണ്ട് ഞാൻ KV ലെഫ്റ്റ് ചെയ്യുന്നു, വീടുന്നു, ഞാൻ MRC കയറുന്നു. ലൈക്ക് എന്താണ് ഗൈസ് അത് എന്താണ് അതിന്റെ ഒരു ഇതുള്ളത്? എനിക്ക് ലിറ്ററലി എനിക്കത് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല ആ ഒരു റീസൺ. അതിനും ഭേദം ഞാൻ എന്റെ ഒരു കരിയർ ഗ്രോത്തിനാണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഈ ലൈവ് വരില്ല, ലിറ്ററലി ഞാൻ ലൈവ് വരില്ല. കാരണം കരിയർ ഗ്രോത്തിനെന്ന് പറഞ്ഞെങ്കിൽ ഓക്കെ, എനിക്ക് മനസ്സിലാക്കാം, നമുക്ക് എല്ലാവരും ഈ ഒരു യൂട്യൂബും കാര്യങ്ങളൊക്കെ അവരുടേതായ കരിയർ ഗ്രോത്തും കാര്യങ്ങളും. കാരണം നമ്മൾ ഈ ഒരു KVയെ ഡൗൺ ആയിട്ട്
ഇതേപോലത്തെ ഈ ഒരു ബാഡ് സ്റ്റേജിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ ഗ്യാങ്ങിൽ എല്ലാവരും ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ഇറങ്ങാൻ, നിങ്ങൾക്ക് കേവിടെ ഈ ഒരു ഡൗൺ സ്റ്റേജിൽ നിങ്ങൾക്ക് നിൽക്കാൻ താല്പര്യമില്ല, നിങ്ങൾ ഇറങ്ങി പൊക്കോ, നിങ്ങൾക്ക് നിങ്ങളുടെ ബെറ്റർ ഗ്യാങ്ങിൽ നിങ്ങൾക്ക് എവിടെയാണ് ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ അവിടേക്ക് പൊക്കോ, അല്ലെങ്കിൽ നിങ്ങൾ ഇറങ്ങിക്കോ, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അതെല്ലാവരും അവർ അക്സെപ്റ്റ് ചെയ്തതാണ്. അതായത് നിങ്ങൾക്ക് ഗ്യാങ്ങിൽ നിന്ന് ഇറങ്ങണോ, നിങ്ങൾക്ക് ബെറ്റർ ഓപ്പർച്യൂണിറ്റി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടേക്ക് പൊക്കോ, അല്ലെങ്കിൽ നമുക്ക് ഇതേപോലെ നിൽക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇവിടുന്ന് ഇതാക്കുകയാണെങ്കിൽ നമ്മുടെ ഗ്യാങ്ങിന്റെ കൂടെ എന്നും കൂടെ ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരെ മാത്രം മതി എന്ന് പറഞ്ഞ് എല്ലാവരും കൂടി സമ്മതം പറഞ്ഞിട്ടാണ് ഗൈസ് നമ്മൾ ഇതാക്കിയുള്ളത്. അതിനുശേഷം ഇവൻ അവരെല്ലാം പോയപ്പോഴൊക്കെ നമുക്ക് ഒരു ഇതുണ്ടായിരുന്നില്ല. മണി ടോക്സ് അതെന്തെങ്കിലും ആട്ടെ കേസ്, അതിൽ ഞാൻ ഒന്നും പറയുന്നില്ല. ലൈക്ക് മണി ടോക്സ് എന്ന് വെച്ചാൽ അത് എന്തെങ്കിലും ആട്ടെ, അത് അവന്റെ ഇഷ്ടമാണ്, അവന്റെ റീസൺ ആണ്. ലൈക്ക് അവനക്കത് ബെറ്റർ ഓപ്പർച്യൂണിറ്റി ആണ്, അങ്ങനെ പൊക്കോട്ടെ. പക്ഷെ ഇങ്ങനെ ഒരു റീസൺ പറഞ്ഞിട്ട് പോയത് ലൈക്ക് ലിറ്ററലി എനിക്കത് നല്ല രീതിയിൽ ബാഡ് അടിച്ചു. ലൈക്ക് ഇങ്ങനെ ലൈവിന്റെ പേരിൽ ടൈറ്റിൽ ആഡ് ചെയ്തില്ല, അതുകൊണ്ട് എനിക്ക് ഈഗോ അടിച്ചു, അതുകൊണ്ട് ഞാൻ പോയി എന്ന് പറയുന്നത് ലിറ്ററലി എൽ ഡിസിഷൻ ആണ്, അല്ലെങ്കിൽ എൽ റീസൺ ആണ് എന്നെ സംബന്ധിച്ചിടത്തോളം. എനിക്ക് ആ ഒരു കാര്യത്തിൽ എനിക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ലൈക്ക് ആ ഒരു കാര്യത്തിൽ ബാക്കി അല്ലാണ്ട് മണിയോ അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ബെറ്റർ വ്യൂവർഷിപ്പ് എല്ലാം ഓക്കെ, നമുക്ക് മനസ്സിലാക്കാവുന്ന റീസൺസ് ആണ്, ബെറ്റർ ഒരു കരിയർ ഗ്രോത്ത് എന്നല്ല. പക്ഷെ ഈ ഒരു റീസൺ ഇത്രയും കാലം നമ്മളൊപ്പം ഉണ്ടായിട്ട് ഇതേപോലെ ഈഗോ അടിച്ചുകൊണ്ട് പോയി എന്ന് പറയുന്ന, ഈവൻ ആ ഒരു എനിക്കൊന്ന് കക്കാശ് ആരൊക്കെ നമ്മൾ കമന്റ് വരെ ഇട്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിൽ, ഇൻസ്റ്റയിൽ വീഡിയോ ഇട്ടപ്പോൾ, അതേപോലെ ഒപ്പിയുടെ കൂടെയുള്ള വീഡിയോ ഇട്ടപ്പോൾ അതിലൊക്കെ കമന്റ് ഇതൊക്കെ കക്കാശ് വരെ കിട്ടുന്നത്. കാരണം അത്രയും സപ്പോർട്ട് ചെയ്യുന്നു. ഞാൻ അവൻ ആ പാട്ട് പറഞ്ഞ എന്തോ തൊപ്പിയുടെ കൂടെ ലൈവില് പാട്ട് പറഞ്ഞാൽ ഇതേപോലെ ഇങ്ങനെ ഒരു തമാശ രീതിയിൽ റിയാക്ട് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഇൻസ്റ്റയിൽ ഇതാണെങ്കിലും. കാരണം അത്രയും നമുക്ക് സപ്പോർട്ട് ചെയ്യും. കാരണം നമുക്ക് അത്രയും നമ്മൾ ട്രസ്റ്റ് ആയിരുന്നു പോകില്ല എന്നുള്ളത്. അറ്റ്ലീസ്റ്റ് ഞാൻ ഒന്നും വേണ്ട, ഇനി പോകുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് നമ്മൾ ഇത്ര ആരും നിന്നല്ലേ, നമുക്ക് ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു കോളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം പറയാം. ഇവന് ആകെ എനിക്കൊന്ന് ഹിറ്റുവിനോട് എന്നിട്ട് പറഞ്ഞു, ഹിറ്റുവിനോട് ഇതേപോലെ രാത്രി സംസാരിച്ചപ്പോൾ അവനോട് പറഞ്ഞ് മനസ്സിലാക്കി അവൻ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് പിറ്റേ ദിവസം അത് രാത്രി പറഞ്ഞ് മനസ്സിലാക്കി അവൻ അത് പോകുന്നില്ല, ഓക്കെ അവൻ്റെ മനസ്സിലായി അവൻ പോകുന്നില്ല എന്ന് മനസ്സിലായിട്ട് പിറ്റേ ദിവസം വീണ്ടും അവൻ വന്നിട്ട് എനിക്ക് MRC പോകണമെന്ന് പറഞ്ഞപ്പോഴാണ് ഹിറ്റുവിന് ഭ്രാന്ത് വന്നിട്ട് എന്ത് തേങ്ങലും കാണിക്കുന്നു അങ്ങനെ എന്തോന്ന് പറഞ്ഞു. കാരണം അതിന് ഒരു 2-3 ദിവസം മുന്നേ നമ്മുടെ മീറ്റപ്പിൽ, റിയൽ ലൈഫ് മീറ്റപ്പിൽ പോലും അവൻ പറഞ്ഞാൽ ഞാൻ പോവില്ല. അതായത് ലിറ്ററലി ഞാൻ കക്കുന്നില്ല ഞാൻ പറഞ്ഞിട്ട് കട്ട പോലെയാണ്. അവനക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഓൾറെഡി ആദ്യം പറയുന്നത് എനിക്കൊരു ഓഫർ വന്നിട്ടുണ്ട്, MRC ഓഫർ വന്നിട്ടുണ്ട്, ഞാൻ പൊക്കോട്ടെ, എല്ലാവർക്കും ഓക്കെ ആണെങ്കിൽ ഞാൻ പോവാം. അങ്ങനെ പറയുകയാണെങ്കിൽ നമുക്ക് ഒരു കുഴപ്പമില്ല, ഹാപ്പി ആയിട്ട് നമുക്ക് പറഞ്ഞു വിടാം. അല്ലെങ്കിൽ അവൻ്റെ ഒരു നല്ലതിന് വേണ്ടിയില്ല, അറ്റ്ലീസ്റ്റ് അവൻ പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല. ഇതൊന്നുമില്ലാണ്ട് ചുമ്മാ ഈഗോ അടിച്ചു എന്ന് പറഞ്ഞിട്ട് പോകുന്ന ഒരു ഡിസിഷനാണ് എനിക്ക് പേഴ്സണലി എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കേസ്. അല്ലാണ്ട് ബെറ്റർ ഒരു ഗ്യാങ് മാറിയതുകൊണ്ടല്ല ഈ ഒരു പറയുന്ന ഹെയ്റ്റും അല്ലെങ്കിൽ ഒരു ഇഷ്ടക്കേടും വന്നുള്ളത്. അവൻ RP നിർത്തിയതെന്ന് പറഞ്ഞാൽ വെച്ചാൽ ലിറ്ററലി അത് ചുമ്മാ കേവൊക്കെ ചെയ്ത് ഹെയ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ചുമ്മാ അത് ഒന്ന് ഇരിക്കട്ടെ, ഇത് ഇവിടെ ഇരിക്കട്ടെ, കുറച്ച് ഒന്ന് അവിടെ കൊള്ളട്ടെ എന്നുള്ള രീതിയിൽ പറഞ്ഞ പോലെയാണ് അതുള്ളത്. ഒബ്വിയസ്ലി എന്തായാലും അത് RP നിർത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ലൈക്ക് അത് ലിറ്ററലി അത് ഗ്യാങ്ങിന് ഒരു ഹെയ്റ്റ് വരുത്തുന്ന രീതിയിലാണ് അത് കണ്ടുള്ളത്. അത് കണ്ടപ്പോഴാണ് എനിക്ക് ഒന്നുകൂടെ നല്ല ബാഡ് അടിച്ചിട്ട് എനിക്ക് പറയാനുള്ള റീസൺസ് പറയാന്നുള്ള വെച്ചുള്ളത്. സോ അത് ആ ഒരു റീസൺ കൊണ്ട് പോയത് ലിറ്ററലി എല്ലാണ് മാലിക്ക. അല്ലെങ്കിൽ ആ ഒരു റീസൺ കൊണ്ട് ഗ്യാങ്ങിന് ഈഗോ അടിച്ചിട്ട് പോയി, ഈഗോ അടിച്ചുകൊണ്ട് ലൈവിന്റെ ടൈറ്റിലിൽ പേരിട്ടില്ല, അതുകൊണ്ട് ഇത്രയും കാലം നിന്നുള്ള ഗ്യാങ്ങിൽ നിന്ന് ഇറങ്ങിയിട്ട് വേറെ ഗ്യാങ്ങിൽ കയറി എന്ന് പറയുന്നത് ലിറ്ററലി അത് എൽ ഡിസിഷൻ, എൽ റീസൺ.